അക്രമത്തിന്റെയും കൊള്ളിവെപ്പിന്റെയും കൊലവിളിയുടെയും ശബ്ദമുയർത്തുന്നവരെ നാട്ടിൽ നിന്നും ഒറ്റപ്പെടുത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. വടകര ഓർക്കാട്ടേരിയിൽ ഉമ്മൻചാണ്ടി ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വി.ഡി. സതീശൻ. ടി.പി. ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ഒരുപാട് പേരുടെ ചരിത്രം പറയാനുള്ള മണ്ണാണ് ഓർക്കാട്ടേരി. അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയേക്കാൾ ഭീകര സംഘടനയാണ് CPM എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. ഇത് അവസാന ഘട്ടത്തിലാണ്. ഈ 9 വർഷത്തോളം നടന്ന ഈ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. കമന്ന് വീണാൽ കാൽപ്പണവുമായി പോകുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇന്നലെ മന്ത്രിസഭയിൽ തീരുമാനിച്ചത് ജനങ്ങൾ സമരം ചെയ്ത് പ്ലാച്ചിമടയിലെ കൊക്കക്കോള കമ്പനി പൂട്ടിച്ചു. കാരണം പാലക്കാട് ജില്ലയിൽ ഭൂഗർഭ ജലമില്ല. അവിടെയാണ് ബ്രൂവറിയും ഡിസ്റ്റിലറിയും തുടങ്ങാൻ ഒരു ടെൻഡറുമില്ലാതെ ഒരു നടപടിക്രമവും ഇല്ലാതെ മധ്യപ്രദേശിലെ ഒയാസിസ് എന്ന കമ്പനിക്ക് രഹസ്യമായി കൊടുത്തിരിക്കുക. കോടികളുടെ അഴിമതിയാണ്. എന്നിട്ട് പറയുന്നത് കേരളത്തിൽ ആവശ്യമായ മദ്യം മുഴുവൻ കേരളത്തിൽ ഉണ്ടാക്കിക്കോ. പക്ഷെ ഈ കമ്പനിക്ക് എങ്ങനെ കൊടുത്തു? ഒരു സർക്കാർ കഴിഞ്ഞ 26 വർഷമായി മദ്യനിർമ്മാണ സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കണ്ട എന്ന് തീരുമാനിച്ച ഒരു സംസ്ഥാനം ആരോരും അറിയാതെ രഹസ്യമായി മധ്യപ്രദേശിലെ കമ്പനിക്ക് ഡിസ്റ്റിലറിയും ബ്രൂവറിയും പിന്നെ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മദ്യവുമായി ബന്ധപ്പെട്ട് കൊടുക്കാനുള്ള ലൈസൻസ് കൊടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു. പോണ പോക്കില് വെട്ടിയെടുത്തുകൊണ്ട് പോവാനല്ല, കിട്ടാവുന്നത് മുഴുവൻ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചു. നമ്മുടെ KFC, കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ, കേരളത്തിൽ ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങൾക്ക് പണം പലിശയ്ക്ക് നൽകി സഹായിക്കേണ്ട പ്രസ്ഥാനമാണ്, പൊതുമേഖലാ സ്ഥാപനം. അവിടെ കരുതൽ ധനമായി പണം സൂക്ഷിക്കണം. ആവശ്യത്തിന് വന്നാൽ പണം ഉണ്ടാകണം. അതിന് 61 കോടി രൂപ ഫെഡറൽ ബാങ്കിൽ 8.69% പലിശയ്ക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടു. അത് ഇപ്പോഴാണെങ്കിൽ അത് 109 കോടി രൂപ കിട്ടുമായിരുന്നു. ഇവർ എന്ത് ചെയ്തെന്നറിയാമോ? 2018 ഈ 61 കോടി രൂപ എടുത്ത് അനിൽ അംബാനിയുടെ, മുകേഷ് അംബാനിയുടെ സഹോദരനുണ്ട് അനിൽ അംബാനി, വലിയ കോർപ്പറേറ്റ് ആയിരുന്നു. പക്ഷെ പൊളിഞ്ഞ് പാളീസായിരുന്നു. അയാളുടെ മുങ്ങുന്ന ഒരു കമ്പനിയിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു. പരിപാടിയിൽ കോട്ടയിൽ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് K. പ്രവീൺകുമാർ മുഖ്യാതിഥിയായി. സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. പറമ്പത്ത് പ്രഭാകരൻ, പാറക്കൽ അബ്ദുള്ള, N. വേണു, I. മൂസ, VM ചന്ദ്രൻ, കൂർക്കയിൽ ശശി, ബാബു ഒഞ്ചിയം, സുനിൽ മടപ്പള്ളി, സതീശൻ കുരിയാടി, CK വിശ്വനാഥൻ, പുറന്തോടത്ത് സുകുമാരൻ, P. രാമകൃഷ്ണൻ, ജലജ വിനോദ, VK പ്രേമൻ, മടത്തിൽ പുഷ്പ, C. നിജിൻ, രാമകൃഷ്ണൻ, പാറക്കൽ ചന്ദ്രൻ, CK ഹരിദാസ് തുടങ്ങിയവർ സംസാരിച്ചു.